അതെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിനെ കുറിച്ച് സംസാരിക്കാനാണ്. അതായത് 23rd വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര സമയമില്ലെങ്കിലും നിങ്ങൾക്കത് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പേഴ്സണലി മെസ്സേജ് വരുന്നുണ്ട്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് തന്നെ അത്യാവശ്യം ചെയ്തിട്ട് നല്ല വ്യത്യാസമുണ്ടെന്നുള്ള ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ മെസ്സേജ് ചെയ്യാൻ, അതായത് ഈ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾക്ക് പേഴ്സണലല്ല മെസ്സേജ് ചെയ്യേണ്ടത്, ഈ കമൻറ്റിൽ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. അത് കാണുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്കും കൂടി അത് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവർ നിങ്ങൾ നോക്കിക്കോ, അവർക്ക് എല്ലാത്തിനോടൊരു നന്ദിയുള്ളവരായിരിക്കും. അല്ലാത്തവർ നമ്മൾ ആ കിട്ടിയതിൽ നമുക്ക് എന്താണോ കിട്ടിയത് അതിൽ തൃപ്തിയായിട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഒരു മനസ്സമാധാന കുറവുണ്ടാവില്ല. നമ്മൾ കിട്ടാത്തതിനെക്കുറിച്ചും കഴിഞ്ഞു പോയതിനെക്കുറിച്ചും ആലോചിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനം ഫുള്ള് നഷ്ടപ്പെടുന്നുള്ള സത്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ നിമിഷത്തിൽ ജീവിക്കുക, ഇപ്പോഴത്തെ കാര്യം ഓർക്കുക, ഭാവിയിൽ നമുക്ക് നേടേണ്ട കാര്യങ്ങളും നമ്മൾ ആലോചിക്കുക. ഇന്നത്തെ നമ്മളുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഡേ 24 ആണ്. ദ മാജിക് വാണ്ട്, അതായത് മാന്ത്രിക വടി എന്നാണ് ഈ ഒരു ഡേയുടെ നമ്മൾ പറയുന്നത്. നമ്മളുടെ ഓരോ കുട്ടികളും നമ്മളൊരു മാന്ത്രിക വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കളിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്ക് ഇങ്ങനെ ജീം പൂമ്പ ഇന്നത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ഇമാജിൻ ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചരിത്രം നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ കൂടുതൽ ചരിത്രത്തിലേക്കൊന്നും പറയില്ല, ഒരു വടി ഉപയോഗിച്ച് നമുക്ക് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് വിശദമായിട്ട് പറയാം. അതായത് നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുകയും ആലോചിച്ച്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് ചെയ്യാനുള്ള ഊർജം വരുന്നതും നല്ല നല്ല കാര്യങ്ങൾക്കുള്ള ഓർമ്മകൾ വരുന്നതും അത് ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ എവരിഡേ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ആ മാന്ത്രിക വടി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് വേറൊന്നിൻ്റെ രൂപത്തിലല്ല, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ്റെ രൂപത്തിലും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഇപ്പം നമുക്ക് എന്തൊരു കാര്യത്തിനും ഉള്ളതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു സന്തോഷം വരും. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം ആലോചിച്ച് കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനുള്ളൊരു ഊർജ്ജം ഉണ്ടാവില്ല. എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെ, എല്ലാവരുടെ കാര്യം നമ്മൾ അതിൽ നിന്നൊന്ന് വ്യതിചലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കര കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ കര കയറ്റാനായിട്ട് ഒരാളും നമ്മളെ അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്താനേ കാണുകയുള്ളൂ. നമ്മൾ മാത്രമുള്ളൂ. അപ്പം നമ്മളിങ്ങനത്തെ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മളിൽ തന്നെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെ മെരുക്കിയെടുക്കുക, നമ്മളെ കഴിവുകളെ ഉണർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇന്ന് തന്നെ നിങ്ങൾ ഈ ഡേ 24 പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 3 ആളുകളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ആലോചിക്കുക, അവരെക്കുറിച്ച് എഴുതുക, അപ്പം നമ്മളുടെ മനസ്സിന് ഭയങ്കര സന്തോഷം വരും. മനസ്സിലായി? അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ടത് 3 ആളുകളുടെ ഫോട്ടോ നോക്കാം. ഫോട്ടോ ആയിട്ട് എടുത്തില്ലെങ്കിലും മൊബൈലിൽ നമുക്ക് വേണ്ടപ്പെട്ട ഓരോ ഫോട്ടോസ് ഉണ്ടാവില്ലേ, ആ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുക, നല്ലത് മാത്രം, ആ 3 പേരെക്കുറിച്ച്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എൻ്റെ ക്ലാസ് ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മളുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ വന്ന് ജോയിൻ ചെയ്യുക. പിന്നെ അതുകൂടാണ്ട് പേഴ്സണൽ സെക്ഷൻ ആവശ്യമാണെങ്കിൽ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുക. എല്ലാവരും അവർക്ക് വേണ്ടത്ര പണം ലഭിക്കുന്നില്ല, അവർക്ക് വേറെ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പല മെസ്സേജുകളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണി വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി വരാം. ഓക്കെ, അതിൽ നമ്മൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട.
പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങളത് ചെയ്തു, അതിൻ്റെ റിസൾട്ടും കൂടെ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.